ഹലോ മച്ചന്മാരെ, മൈൻക്രാഫ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൺ ബ്ലോക്കാണ് കളിക്കുന്നത്, ബെഡ് റോക്കിൽ വൺ ബ്ലോക്ക്. അപ്പോൾ വൺ ബ്ലോക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ താഴത്തെ ബ്ലോക്ക് ഉണ്ടല്ലേ, ഇത് പൊട്ടിക്കുമ്പോൾ പുതിയ പുതിയ ബ്ലോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഇവിടെ ഇറ്റ് സ്പോൺസ് മോർ ദാൻ ഡേർട്ട്. ആ ഡേർട്ടിനെക്കാട്ട് കൂടുതൽ ബ്ലോക്കുകൾ ഇതിനകത്ത് കിട്ടുന്നതാണ്. ഡേർട്ട് മാത്രമല്ല, എന്തെങ്കിലും വൺ ബ്ലോക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതാണ് വൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കിയിട്ട് എന്താ കിട്ടിയ ആപ്പിളും കിട്ടിയിട്ടുണ്ട്, ഒരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും പൊട്ടിക്കാം, കൈ കൊണ്ട് കുത്തി പൊട്ടിക്കാം. അയ്യോ, ഒരു കോഴിയല്ലേ പോണത്. അതിന് പിടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി ആ ഡേർട്ട് തന്നിരുന്നെങ്കിൽ ഉപയോഗമായനെ. എന്താ എന്തെങ്കിലും സ്പോണായോ? ഇല്ല. ഒരു ബക്കറ്റ് വെള്ളം കൂടി കിട്ടിയിട്ടുണ്ട്. ഈ ചെസ്റ്റും കൂടെ ഒന്ന് പൊട്ടിക്കുക. ഓക്കെ, എന്താ അത്യാവശ്യം എന്താ ആദ്യത്തെ ഭയമാണെന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണി. നോപ്പ് അതും കൂടി അതാഴ്പ്പോനെ ജസ്റ്റ് മിസ്. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ ആ പണി അങ്ങ് തീർന്നിട്ടും. ശ്രദ്ധിച്ച് കളിച്ചാൽ മതി, പതുക്കെ മതി. ഒരു നിർബന്ധമില്ല സ്പീഡിൽ കളിക്കണമെന്ന്. അതുകൊണ്ട് പതുക്കെ ബ്ലോക്കൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി വരാം. ഇവിടെ ഇതും കൂടി ഒന്ന് വെച്ചാൽ ഓക്കെ, വീണ്ടും ബ്ലോക്ക് പൊട്ടിക്കാം. എന്താ സാധനം റൂട്ടോ? എന്താ എന്തായാലും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. നമുക്കിപ്പോൾ വേണ്ട ഡേർട്ടാണ്, തൽക്കാലം അത് പൊട്ടിക്കാം. ഇലയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു വടി കഷ്ണം കിട്ടി. ഹേബയിൽ ഫുഡിനുള്ളതായി. നമുക്കൊരു ആർമർ ട്രിം നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടോർച്ച് ഇട്ടുണ്ട്, അതൊക്കെ വയ്ക്കുന്നു. അത്യാവശ്യം നല്ല ലൂട്ടാണിത്. എടുത്തൊന്ന് വയ്ക്കുക, കയ്യിൽ വയ്ക്കുക, എന്തെങ്കിലും ആവശ്യം വരും. ഈ ചെസ്റ്റും കൂടി ഒന്ന് പൊട്ടിച്ചാൽ ഓക്കെ. നമുക്ക് എന്തായാലും ഇന്ന് പുതിയൊരു ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഈ മത്തങ്ങ എന്തിനാണാവോ? എന്താ കോഴിക്കുട്ടിക്ക് അങ്ങനെ ഒരു ശബ്ദം? എന്തായാലും നമുക്കത് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് അത് മതിയാവും. കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ താഴെ പോകാതെ അവിടെ തന്നെ ഇരിക്കി. താഴെ പോയാൽ നിൻ്റെ കാര്യം തീരുമാനമായി. ഓക്കെ, അവിടെ തന്നെ നിൽക്കട്ടോ. കറക്റ്റ് ഡേർട്ടാണ്. എന്തായാലും കുറച്ചും കൂടി പൊട്ടിക്കുക. ഒരു പശു കുട്ടീനെയാണ് കിട്ടിയത്. അമ്മ ഇവനിങ്ങനെ പോയാൽ അടുത്ത് തന്നെ താഴെ പോകും. ഓക്കെ, ഇങ്ങനെ പോയാൽ നമുക്കൊരു ഫാം ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ പണി കിട്ടും ഇവന്മാരെല്ലാം പിടിച്ചിടാൻ. എന്തോ അങ്ങനെ നോക്കി പിടിപ്പിക്കുന്നത്, മാറിക്ക്.
അവനെ കൊണ്ട് താഴ്പോലെ ഒരേ ഒരാടാണ്. ആ, കിട്ടിയതിൽ ഒരേ ഒരാടാണ്. അവനെ കൊണ്ട് നീ താഴ്പോ നോക്കുന്ന. നമുക്ക് തൽക്കാലം ഇവന്മാരെ ഒന്നിടാൻ വേണ്ടി ഇവിടെ ഒരു പ്ലേസ് റെഡിയാക്കാം. കുറച്ച് സ്ഥലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. കുറച്ചും കൂടി വേണം. ഇതിൽ ഏത് ബ്ലോക്കാണ്? ഇതല്ലേ? ആ, ഇതന്നെ. ഓക്കെ, കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്ന് റെഡിയാക്കായിരുന്നു. ആ പ്ലാറ്റ്ഫോം ആട് താഴെ പോയിട്ട് ചെല്ലല്ലേ? ആ, ഇല്ല. ചെസ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെയാണ്. വലിയ ഉപയോഗം ഉണ്ടാവും തോന്നുന്നില്ല. എന്നാലും കൈ വെച്ചേക്കാം, ആവശ്യം വന്നാലോ. അതിൻ്റെ ഇൻവെൻറ്റോറി ഒന്ന് ഫുള്ളായിട്ടുണ്ട്. ലാർജ് ആണ്. അത് കുറച്ച് റെയർ ആയിട്ടാണല്ലോ. ഇവിടെയും കൂടി ഒന്ന് ബ്ലോക്ക് വെച്ച്. ഓക്കേ, ഇനി ഞാൻ ഇപ്പം താഴെ പോയാൽ എൻ്റെ ഇരിക്കുന്ന ഈ മൊത്തം ഐറ്റംസും അതിൻ്റെ ഒപ്പം പോകും, ഇൻക്ലൂഡിങ് ഈ വാട്ടർ ബക്കറ്റ്. ഓക്കെ, അത് മതിയാവും. ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ആ ഫെൻസ് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, അത് മതിയാവുമായിരിക്കും. 21 മതിയാവും. അതൊക്കെ മതി. ഈ ഒരാടിനെ കൊണ്ട് തന്നെ എങ്ങനെയും കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ബെഡിൻ്റെ കാര്യത്തിൽ പിന്നീട് ഒരു പ്രശ്നം വരും. ഓക്കേ, അത് മതിയാവും. ഇനി ഈ ആടിനെയും പശുവിനെയും കൂടി ഒരുമിച്ച് ഇതിനകത്ത് കൊണ്ടുവരാം. തൽക്കാലം ഒരു ഐഡിയ, ഇതൊന്ന് കൈ പിടിച്ചാൽ മതി. ഇങ്ങോട്ട് വാ. എൻ്റെ അടുത്തൊരു സീഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കൈ പിടിച്ചാൽ ആ കോഴീനും കൂടി ഇതിൻ്റെ അകത്ത് കിട്ടിയതന്നെ. അത് മതി. ഇനി ഇവരെല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. എടാ, ഒരെണ്ണം അകത്തോട്ട് വരുമ്പോൾ ബാക്കിയുള്ളത് പുറത്തോട്ട് പോകണോ? ഈ അറ്റത്തോട്ട് വാ. ഇനി ആ കോഴി ഇതൊന്ന് കണ്ടിങ്ങോട്ട് വരണം. തൽക്കാലം ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് പിടിച്ച് ഈ ആടിനെ ഒന്നിങ്ങനെ വിളിച്ചു കൊണ്ടുവരാം. അപ്പം അതെൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വരും. ആ, വാ. ഓക്കെ, അതിനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി എവിടെയാണ് ടോർച്ച്? ആ ടോർച്ച് കൂടി വയ്ക്കുക, അല്ലെങ്കിൽ മോബ് എന്തെങ്കിലും സ്പോണായാൽ പണി കിട്ടും. ക്രീപ്പറങ്ങാണ് സ്പോണായാൽ ഇപ്പം തന്നെ എനിക്ക് കിട്ടിയ എല്ലാ ഐറ്റംസും നമ്മൾ പോയി കിട്ടും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചെസ്റ്റിൻ്റെ പുറകിൽ വയ്ക്കാം. ഇവിടെ ഒരു ചെസ്റ്റ് വയ്ക്കാം. അതാകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചാലും ഇവിടെയുള്ള ഐറ്റംസ് സേഫ് ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസായ ഇത് ഇരിക്കട്ടെ, ആവശ്യം വരും. ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ഇരിക്കട്ടെ. എൻ്റെ ഇൻവെൻറ്റോറി ഒന്ന് ഫ്രീ ആയി കിടക്കാൻ. ഓക്കെ, കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഈ മരമൊക്കെ നടാൻ വേണ്ടി നമുക്ക് ഒരടനി റെഡിയാക്കേണ്ടി വരും. ഓക്കെ, ഇത് മതിയാവും. ആപ്പിളും കൂടി വെച്ചാൽ കഴിഞ്ഞു, ചെസ്റ്റും കൂടി. അപ്പം എന്തായാലും ഈ ഒരു ബ്ലോക്ക് കൂടി പൊടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു ചെസ്റ്റ് വെച്ച് ഇതിൻ്റെ അകത്തോടെ വയ്ക്കാം കുറച്ച് ഐറ്റംസ്. ഈ ലാർജ് ഹോൾ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് വയ്ക്കായിരുന്നു. ഇത് കുറച്ച് റെയർ ആയിട്ടല്ലേ. ഇതൊന്നും ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഓക്കെ. അപ്പോൾ അത് പണി റെഡിയായി. ഇനി ഇതിൽ ഏത് ബ്ലോക്ക് വരുന്നത്? അല്ലേ, ആ, ഇതന്നെ. ഓക്കെ,
എന്തായാലും ഭാവിയിൽ ഈ ഇടമൊന്ന് നമുക്ക് എവിടേക്കൊക്കെ മാറ്റേണ്ടി വരും. കാരണം ഇവരെവിടെ ഇരിക്കണ വലിയ സേഫ് അല്ല. ഏതേലും ഒരു ക്രീപ്പർ മതി ഇവരായിരുന്നു തീരുമാനമാവാൻ. ഒരു പന്നിനെ കെട്ടിയിട്ടുണ്ട് തൽക്കാലം. ഇവനിങ്ങോട്ട് കൊണ്ടുവന്ന് ഇവന് ഒരടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മണ്ടക്കൂടെ കയറും. അപ്പോൾ ഒരടി കൂടി കൊടുത്താൽ അമ്മീ പോയിൻ്റെ അത് തന്നെ രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ അതിന് എന്ത് സാധനം മഷ്റൂം കവ് അരിയുന്നുണ്ട് ഇല്ലേ? അതിൻ്റെ അകത്ത് അങ്ങോട്ടല്ല അങ്ങോട്ട് കിടക്ക് ഗൈസ്. ഇവനുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഇതേ ഈ പശുവായിട്ട് അവന് പതുക്കെ ഉന്തിയിടാം അതിൻ്റെ അകത്തോട്ട്. ഓക്കെ, വീണ്ടും ബ്ലോക്ക് പൊട്ടിക്കാം. എന്താ ഓക്കെ, ഇതല്ല യൂസ്ഫുൾ ആയിരുന്നുള്ള ബ്ലോക്സ് ആയിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ഡാൻസിലേയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഒരു ഐഡിയ, ഒരു കോഴിക്കുട്ടീനെ കൊടുക്കാം. അല്ല വേണ്ട, നമുക്ക് വേറെ പ്ലേയിൽ ആവശ്യം വന്നാലോ. സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരൂല, അങ്ങനെ എന്തിനാണോ എന്തായാലും അറിയില്ല. നമുക്ക് തൽക്കാലം ഐറ്റംസൊക്കെ ഇപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു അല്ലേ? ഈയിടെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ഇപ്പം എത്ര ബ്ലോക്ക്? 1 2 3 ഇങ്ങോട്ട് 1 2 അത് കൂട്ടണ്ട. ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇനി ഇതൊന്ന് പൊട്ടിക്കാം. എന്തൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് പറയാം. എന്തായാലും ഫസ്റ്റത്തെ നൈറ്റ് കിടന്നുറങ്ങാനൊന്നും ഇത് നെതറിൽ കാണുന്ന ബ്ലോക്കല്ലേ? ഇത് നെതറിന്ന് സോൾസ് ആൻഡ് വാലിയോ അവിടെ നിന്ന് കിട്ടുന്ന ബ്ലോക്കാണല്ലോ. ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന് പ്ലെയിൻസ് ഇതൊക്കെ കിട്ടുമായിരുന്നോ? എന്തെങ്കിലോട്ടെ കിട്ടിയാൽ പോരെ. എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കുറേ ഐറ്റംസ്. കുറച്ച് മാറ്റൊരു 2 കിട്ടി. ആദ്യം പറയുന്നു ഇങ്ങോട്ട് വാങ്ങി അതിൻ്റെ പുറത്ത് ഇങ്ങോട്ട് വാ. അങ്ങനെ ഇനി അവൾക്ക് ഒന്ന് ഓക്കെ മതി. വീണ്ടും പൊടിക്കാൻ മതി തന്നെ. അമ്മ ഒരാട്. ഇവൻ ചിലപ്പോൾ നമുക്കൊരു പണിയാവും. ഇവനെ കൊല്ലല്ലേ? ചിലപ്പോൾ നമ്മളെ കുത്തി താഴിടും. അതോ അല്ല വേണ്ട, ഇവനെ പിടിച്ചിടാം. എന്തെങ്കിലും ആവശ്യം വന്ന് വേണ്ട ഇവൻ ആ കോഴിയുടെ അറ്റാക്ക് ചെയ്യും. ഇവനെ തൽക്കാലം നമുക്ക് സോറി ബ്രോ, നമുക്ക് പിന്നെ എപ്പോഴേലും കാണാൻ പറ്റും. ബൈ. ഇവനെ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റാഴികയല്ല, പക്ഷെ അവൻ കോഴിയുടെയൊക്കെ തല്ലിക്കൊല്ലും. അപ്പോൾ അത് നമുക്കൊരു പണിയാവും. അതിൻ്റെ അകത്തോട്ട് തന്നെ തിരിക്കും. ഇവനിപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്നാക്ക്. ഇത് രാവിലെ ആകുമ്പോൾ കത്തിപ്പോലെ ഗൈസ്. അമ്മീ അടങ്ങ ഞാൻ അപ്പം ചത്തനെ. നീ വേണ്ട, നീ പോ, എൻ്റെ ആവശ്യമില്ല അവിടെ. ഓക്കെ, വീണ്ടും ബ്ലോക്ക് പൊട്ടിക്കാം. എന്തായാലും ഒരു ചെസ്റ്റോട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫുഡ് കിട്ടി. ഇവൻ എൻ്റെ മണ്ട കയറില്ലേ, അപ്പോൾ പതുക്കെ തട്ടി അതിൻ്റെ അകത്തോട്ടിടാം. റെഡി. ഓക്കെ, ഏകദേശം ഒരു സ്റ്റാക്ക് ആവറായിട്ടുണ്ട്. നമ്മുടെ തൊട്ട് ഒരു സ്റ്റാക്ക് ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഇവൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇവനൊക്കെ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല അല്ലേ പ്രത്യേകിച്ച്. നമുക്കൊരു സ്റ്റാക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് ചെയ്യാം.
ഈ അടിക്കും പിടിച്ചാൽ അതിൽ കട്ടി കളർ 1 2 3 4 5 6 അതൊക്കെ ഉണ്ടാവില്ല 1 2 3 4 5 6 ഓക്കെ അല്ലേ അതിലെ 1 2 3 4 5 6 ഇത് ചെയ്യാം 1 2 3 4 5 6 ഇനി വന്ന് ഇറങ്ങിയ എണ്ണി 1 2 3 ഇത് 1 2 3 4 5 ഈ വന്ന് ഇളവി അതിൽ ഇത് വന്ന് ആയി ഇത് വെച്ചാൽ ഓക്കെ ഇനി തവണ ഇത് ചെയ്യാം അതിൽ ഓക്കെ ഒന്നുകൂടി രസം ഒന്നുകൂടി ഒരു വൃത്തിയായി ഇപ്പം. ഇനിയിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റാം. അങ്ങോട്ട് മാറ്റണോ അതോ ഇങ്ങോട്ട് മാറ്റണം? ഇങ്ങോട്ട് മാറ്റാം അല്ലേ? ഓക്കെ. അപ്പോൾ 1 2 3 എന്തായാലും ഡേ 1 നമുക്ക് നമ്മൾ കിട്ടിയ മോബിനെയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം അവിടെ. അത് മതിയാവില്ലേ? അത് മതി മതി. ഓക്കെ ഓക്കെ ഓക്കെ. 1 2 ഇവിടെയും കൂടി 1 2 അപ്പോൾ ഒരു 2 ബ്ലോക്ക് കൂടി കൂട്ടാം. അയ്യോ അവിടെ 1 2 ഓക്കെ. അയ്യോ അതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് വന്നു. അതിങ്ങനെ അത് നമുക്ക് കിട്ടില്ല. 1 2 കുറച്ചും കൂടി നമുക്ക് ഡേർട്ട് വേണം. ഇതിൻ്റെ അകത്തുണ്ടോ ഡേർട്ട്? ഈ സംഭവം വെച്ചാൽ അതിന് കുഴപ്പമുണ്ടാവുമോ? ഇതിന് പച്ചപ്പ് പിടിക്കുമോ ഇനി? അല്ലേ വേണ്ട, ഇത് അതിൻ്റെ അകത്തിന് ഇരിക്കട്ടെ. നമുക്ക് നൈസായിട്ട് ഈ സൈഡിൽ വന്നിട്ട് ഈ ചെസ്റ്റ് ഒന്ന് തുറന്ന് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് അതിൻ്റെ അകത്ത് വയ്ക്കുക. ഞാൻ എങ്ങാനും ബോയിലോട്ട് പോയാൽ ഇതെല്ലാം എൻ്റെ കയ്യിൽ പോകും. അപ്പോൾ നമുക്ക് സ്പ്രൂസിൻ്റെ ഒരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ബിൽഡിങ്ങിനൊക്കെ എന്തെങ്കിലും ആവശ്യം വരും. അപ്പോൾ ഫുഡ് കയ്യിരിക്കട്ടെ. ഫുഡ് നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ്. ഓക്കെ. എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ ചെസ്റ്റ് തന്നെ ഇന്ന് അറിഞ്ഞിട്ടുണ്ട്. സോഡി ഞാനിതിന് അതിൻ്റെ അകത്ത് വെച്ചാൽ സോഡിക്ക് ആവശ്യം വരില്ലേ? ഓക്കെ. ഇതെന്ത് സാധനം? അവിടെ എന്തോ വീണ് കിടക്കണ്ട എന്താ? ഇതുകൊണ്ടല്ലേ ആ വോൾഫിൻ്റെ ആർമർ ഉണ്ടാക്കുന്നത്? അപ്പം ആവശ്യം വരും. കുറച്ചും കൂടി ബ്ലോക്ക് പൊട്ടിക്കാം. നമുക്ക് ആ ഡേർട്ട് കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഈ സാധനം വീണ്ടും വന്നില്ലേ? ഓക്കെ. എന്തായാലും ഫസ്റ്റത്തെ കഴിഞ്ഞു. പ്ലെയിൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഡേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ പശുവിനെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്തായാലും നമുക്കൊന്നും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ഓക്കെ. അത് മതിയാവില്ലേ? 1 2 3 4 5 6 7 ഒരു ലൈൻ കൂടി ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, എന്തെങ്കിലും റെഡി ഉണ്ടോ? ഇത് പാവായിരിക്കും. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് എന്തായാലും പോയി കിട്ടിയിട്ടുണ്ട് എന്നാൽ തോന്നുന്നത്. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാനല്ല, അത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വെച്ചതല്ലേ? ഓക്കെ. ഇവിടെ വെച്ച് നമുക്ക് ആ ഫെൻസ് ഒന്ന് റെഡിയാക്കായിരുന്നു. തൽക്കാലം നമുക്ക് ഈ വുഡിൻ്റെ ആവശ്യം ഇപ്പം തൽക്കാലത്തേക്കൊന്നുമില്ല. ഇത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ 30 മതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോയി നോക്കി നോക്കാം, വെച്ച് നോക്കാം, പറയാലോ.
അണ്ടർഗ്രൗണ്ട്. ഓ, അപ്പോൾ സ്പൈഡറൊക്കെ ഉണ്ടാവില്ല ഇനി. ഓക്കെ, കുറച്ചും കൂടി ഐറ്റംസ് കൂടെ വയ്ക്കാം. അയ്യോ, ഓക്കെ, എന്തായാലും അത് മതിയായിട്ടുണ്ടായിരുന്നു. ഇതിന് ഇവിടെ ഇങ്ങനെയും കൂടി വെച്ചേക്കാം, അല്ലെങ്കിൽ അവന്മാർ നേരെ ഒന്ന് താഴേക്കാടും. അത് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഇങ്ങനെ കൂടി വെച്ച് ഇവിടേക്കൊന്ന് വന്ന് കുറച്ചും കൂടി നമ്മുടെ വുഡ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഒരാട് വലുതായി എൻ്റെ മുമ്പിൽ വെച്ച്. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് ഒന്നെടുത്ത് നേരെ വന്ന് ആ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? ഇത് ഈ സാധനം, ഇത് തന്നെ. ഈ ഫെൻസ് ഗേറ്റ് ഒന്ന് ഇവിടെ ആയിട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം മിസ്സിങ് ഉണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ അകത്തൊരു ഫെൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതെടുത്തൊന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം, മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഫാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓറ് വരാൻ തുടങ്ങിയല്ലേ, കോളിൻ്റെ ഡോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എടുത്തേക്കാം. വായം കിട്ടി തുടങ്ങി. 1 2 ഒരേ കൂടി. അമേസോൺ. നോ, നോ. എന്തായാലും എന്തൊക്കെയോ ഐറ്റംസ് താഴെ പോയിട്ടുണ്ട്. അയൺ ഡോറാന്ന്. നോ ഗായ്സ്, ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെ താഴെ പോയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിനി ഇവിടെ ഒന്ന് റെഡി ആക്കണമായിരുന്നു. ഇവന്മാരൊന്ന് അവിടം വരെ എങ്ങനെയെങ്കിലും എത്തിക്കണം. പക്ഷെ ഞാൻ ഇപ്പം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടി പടയായിട്ട് വന്ന് ഓരോ അമ്മമാർ വെച്ച് താഴോട്ട് പോകും. അതുകൊണ്ട് ഒരു ഐഡിയ, കുറച്ചും കൂടി ഫെൻസ് റെഡിയാക്കാം. അതേ ഇപ്പം നടക്കും. എന്തായാലും എൻ്റെ അയണോറൊക്കെ താഴെ പോയിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് എനിക്ക് ലക്ക് കുറവാണ്. അതുകൊണ്ട് ഓക്കെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും, ഞാൻ തളരില്ല. ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചു കൊടുച്ചാൽ ഓക്കെ. അവിടെ ഞാൻ ഇങ്ങനെ അപ്പുറത്ത് കിടക്കുക. അയ്യോ, ഒരു പൊട്ടത്തരായി പോലോ. ഓക്കെ, ഇത് കൂടെ വെച്ച് ഇങ്ങനെ ഒന്ന് മൂടി ഇവിടെയും കൂടെ ഒന്ന് വെച്ച് സേഫ്റ്റിയാണ് മുഖ്യം. അതുകൊണ്ടാണ് എന്തെങ്കിലും ബേബി സോംബി വന്നുകൊണ്ട് എൻ്റെ പകുതി റൂട്ടങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് സേഫായിട്ട് ഐറ്റംസ് വയ്ക്കുന്നത്. ഇനി ക്രീപ്പറൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കൈക്കൊന്നെടുത്ത് ഇതൊന്ന് പൊട്ടിച്ച് ഈ വീറ്റൊന്ന് കൈ പിടിച്ചാൽ അവന്മാരൊക്കെ ഇനി പടയിട്ട് നമ്മുടെ പിന്നാലെ വരും. ഇതൊന്ന് തുറന്നും കൂടി കൊടുത്താൽ മതി. ഓക്കെ, സൂക്ഷിച്ച് ഈ അറ്റത്തോടെ വന്ന എവിടെ വാടാ, ഓരോരോ ആൾക്കാരായിട്ട് വാ, ഇങ്ങനെ തിരക്ക് കൂടല്ലേ. അതിന് വാ. ഓനോ, ഇതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഒരുത്തം കയറി. ഇനിയിപ്പോൾ പതുക്കെ ഓരോന്നോരോന്നായി കയറിക്കോളും. ഒരുത്തം വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയോ. ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. വേഗം വാ. അവിടെ പതുക്കെ പാടാം എല്ലാവരും. ഫുഡ് എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇനി ഒന്ന് ഓക്കെ, അങ്ങനെ ഒരു തല്ലി കൊടുക്കുമ്പോഴേക്കും നമ്മളൊക്കെ റെഡി ആവുന്നുണ്ട് വീണ്ടും. അതെന്തായാലും സ്മൂത്തായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ കോഴിക്കുട്ടിയും പന്നിയും കൂടിയൊക്കെ ഉള്ളൂ. അത് നമുക്കൊരു ഐഡിയ. പന്നിക്ക് വേണ്ടി നമുക്ക് തൽക്കാലം ഒരു ഫെൻസ് കൂടെ എടുക്കാം. ഈ പന്നിനെ മാത്രം ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒന്ന് വേഗം വാ. അങ്ങനെ തന്നെ അവനും കൂടി തട്ടിക്കൊണ്ട് വാ.
ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. എല്ലാവരും എൻ്റെ ഒപ്പം വാ 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 വാ. ഓ ഇവനൊരു പണിയാണല്ലോ. ഓക്കെ, ജസ്റ്റ് മിസ്. ഇവ മരക്കെ കൂടി ഇപ്പോൾ കൂടി പിന്നെ ഞാൻ അറിയാതെ അവനൊക്കെ കൊടുത്തു വയ്ക്കേ. ഒരു ക്യാരറ്റ് പോയി കിട്ടി. എടാ ഈ പശുവിന് എന്താണ് ഇത്ര പ്രശ്നം? അവൻ ദേ പോകുന്നു. എങ്ങനെയൊക്കെയോ അവൻ അതിൻ്റെ അകത്തോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നിനി പൂട്ടിടാ. ഈ ടോർച്ചിൽ ഒരെണ്ണം കൈ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി കോഴിക്ക് വേണ്ടി കോഴി ഇപ്പം എന്തായാലും സീഡല്ലേ? രണ്ടാൾക്കാർ വാ, വേഗം വാ വേഗം വാ വേഗം വാ. അതിൻ്റെ അകത്തോട്ട് കയറി കയറി വാ വാ വാ. ഓക്കെ, അങ്ങനെ ഈ മോബിനൊക്കെ പിടിച്ചിൻ്റെ അകത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ വൃത്തിയാക്കണം. ഇവിടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് വയ്ക്കുക. നമുക്കിനി മൈനിങ്ങിന് വന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം. നമുക്ക് ഇവന്മാരെ എന്തെങ്കിലും ചെയ്യണം അപ്പോഴത്തേക്കും. ഓ ഇവന്മാർ ഈ പന്ത് കിട്ടുന്ന പോലെ തട്ടി തട്ടി അതിൻ്റെ അകത്തോണ്ട് ഇടാം അല്ലേ? അത് കൊള്ളാലോ. ഒരുത്തനെയായി. ഇനി ഇവനെയും കൂടി ഒന്ന് കൊണ്ടുവന്ന ഓക്കെ. നോ, തണ്ടർ സ്റ്റോം ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചായും കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇടിവെട്ടി ചാവത്തേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇടിവെട്ടി ചാവാതിരിക്കാൻ ഒരയണം കൂടി കിട്ടി. എന്തോ ഒരു സാധനം താഴെ പോയിട്ടുണ്ട്, എന്താ അറിയില്ല. ഓക്കെ, നമുക്ക് മുമ്പേ കിട്ടിയ സ്റ്റോണും കൂടി ഒന്നെടുത്താൽ ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. 1 2 3 4 5 6 7 8. ഇനി ഇത് മൊത്തം പൊട്ടിക്കണം. ഇത് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ബേൺ ചെയ്യാൻ തൽക്കാലം ഇത് യൂസ് ചെയ്യാം. എൻ്റെ മൈൻഡിൽ നല്ല അടിപൊളി ഒരു ബുദ്ധി വരുന്നുണ്ട്. നമുക്കത് വേഗം തന്നെ ചെയ്തേക്കാം. ഇതിവിടെ വെച്ചൊന്ന് 2 അയൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം കൂടി വേഗം ഒന്നായിരുന്നെങ്കിൽ ഈ തണ്ടർ സ്റ്റോം എനിക്കൊന്ന് സ്കിപ്പ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ
എൻ്റെ കാര്യം തീരുമാനമാവും. വേഗം തന്നെ ഒരണ്ട് കിട്ടിയിട്ടുണ്ട്. ഓ, അത് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് വേഗം തന്നെ അവനെ പോയി. ഓ, അവിടെ 2 ടൈപ്പ് ആടല്ലേ. അത് കുഴപ്പമില്ല, നമുക്ക് റേറ്റുണ്ട്, അതിനൊരായിട്ടുണ്ട്. എൻ്റെ എന്താ ഐഡിയ ഇല്ലാത്തത് അതൊന്ന് പറഞ്ഞു നമ്മൾ തക്കാളി പൂ വന്നിടത്ത് വേഗം തന്നെ 2 ഡൈ ഉണ്ടാക്കുക. 2 ഇത് ഇവിടെ വെച്ച് ഒന്നല്ലല്ലോ, ഒരു ഡൈയും കൂടി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, 3 ബോളായി. നമ്മുടെ വുഡ് കഴിഞ്ഞു മാത്രം പറയരുത്, വുഡ് കഴിഞ്ഞു എന്ന് മാത്രം പറയരുത്. പൈസ എല്ലാം കൊണ്ട് സമാധാനമായി, വുഡ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉള്ള വുഡ് കൊണ്ട് നമുക്കൊരു പണി ചെയ്യാം. സ്പ്രൂസ് ഒന്ന് വെച്ച് മരം ഒന്ന് വളർന്നു കിട്ടണം. ഓക്കെ, കിട്ടി. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ ബെഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ 1 ബ്ലോക്കിലെ ആദ്യത്തെ ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങുന്നു. ഓക്കെ, ഡേ 2 നല്ല അടിപൊളിയായിട്ട് കടന്നു പോയിട്ടുണ്ട്. എന്തായാലും ഈ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കണം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതൊന്ന് വൃത്തിയാക്കി ഓക്കെ, ഈ ഇടം കൂടി നമുക്ക് ഈ ഒരു മരം കൂടി വെട്ടിയിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ ഇടം ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് എടുത്ത് നമുക്ക് നമ്മുടെ ഒരു മോബ് ഫാം എങ്ങനെയൊക്കെ റെഡിയാക്കാൻ നോക്കാം സ്വന്തമായിട്ട്. അതേപോലെ കേവ് ആയതുകൊണ്ട് കുറച്ച് സോംബീസൊക്കെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കാനും നോക്കണം. അല്ലെങ്കിൽ മുമ്പേ ചത്ത പോലെ വീണ്ടും ചത്ത് ഐറ്റംസൊക്കെ കയ്യിൽ നിന്ന് പോകും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ. കിട്ടിയ ഐറ്റംസൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തോട് വെച്ചാൽ എനിക്ക് ഇപ്പോഴാട്ടെ ഈ ഫെൻസ് ഒന്നും എൻ്റെ കാര്യം മനസ്സിലായത്. ഞാൻ ഇപ്പോൾ മൈൻ ഷാഫ്റ്റിലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വന്നാലേ. എന്തായാലും ഇതൊന്ന് വെറുതെ നോക്കാം, ഒന്നും കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം ക്ലാസ്സിലോട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം പ്രതീക്ഷിക്കുന്നു. ഗുഡ് ബൈ.